രണ്ട് സംഭവങ്ങൾ അത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു താൽക്കാലിക വികാര വിക്ഷോഭത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ജീവൻ രക്ഷിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ അഭയം തേടിയ ഒരു ജീവനെ മെഡിക്കൽ കോളേജ് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ വാർത്തയാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മന്ത്രി കൂടിയായ ഒരു MLA നാട്ടിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ചിത്രം അത് കണ്ടു. 1,98,000 രൂപയാണ് അതിൻ്റെ ചെലവ് എന്നാണ് അവിടെ രേഖപ്പെടുത്തി അവിടെ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ ഒരു 10,000 രൂപയിൽ 4 കാലുണ്ട്, മുകളിൽ കുറച്ച് ഷീറ്റും ഉണ്ട്. അതാണ് 1,98,000 രൂപ എന്ന് അവിടെ എഴുതി വെച്ചത്. അത്തരക്കാർ ഒരാൾ മന്ത്രിയായിട്ടിരിക്കുന്നു. ആ നാട്ടിലുള്ളവരൊക്കെ അത് കണ്ടു വായിച്ച് സന്തോഷപൂർവ്വം അവിടെ നിൽക്കുന്നു. എന്ത് ജനാധിപത്യമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്? ഒരാശുപത്രി അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് പറയുന്നത് കേട്ടു. അവിടെയുള്ള അക്കേഷ്യ വെട്ടരുത് എന്നും പറഞ്ഞിട്ട് അവിടെ ഗംഭീര സമരം ഉണ്ടായത്രേ. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം മുടങ്ങി. വീണ്ടും സമരം ചെയ്തവർ അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങി. നിർമ്മാണം വളരെ മുമ്പേ പൂർത്തിയായി. ഇതുവരെ ആ പുതിയ കെട്ടിടം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ തുറന്നു കൊടുത്തിട്ടില്ല. മന്ത്രി പുങ്കവന് ഒരു പക്ഷേ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള സമയം ആയിട്ടില്ല എന്ന് ജ്യോതിഷി പറഞ്ഞിരിക്കാം. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഇവിടെ വേറെ ഏതെങ്കിലും ഭരണം വന്നാൽ ഇതൊക്കെ നടക്കൂലേ? ഇങ്ങനെ ഇതിൽ ശരിയാവുമോ എന്ന് ചോദിച്ചാൽ ഏത് ഭരണം വന്നാലും ഇവിടെ ഇതൊക്കെ നടക്കുള്ളൂ. ഒന്ന്, ജനങ്ങൾക്ക് നമ്മുടെ നാട് നന്നാവണമെന്ന് ഒരാഗ്രഹവുമില്ല. നാട് നന്നാക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്നും ആഗ്രഹമില്ല. തൽക്കാലം എന്തെങ്കിലും ഒരു ലോൺ ഒപ്പിച്ച് തരുന്നവൻ അവന് വോട്ട് കൊടുക്കും. ഇന്ന് ഒരു സുഹൃത്ത് മറ്റൊരു കഥ പറയുകയുണ്ടായി. ലൈഫ് മിഷൻ്റെ പേരിൽ നടക്കുന്ന അഴിമതി, അതായത് സ്വന്തം ആളുകളെ നോക്കിയിട്ട് അത് വീടുകൾ അനുവദിക്കുകയും അവർ തൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ മക്കളുടെ പേരിലൊക്കെ എഴുതി വെച്ചിട്ട് അവർ ഭൂമി ഇല്ലാത്തവരാണ്, 5 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ എന്ന് കാണിച്ചിട്ട് അത് തട്ടിയെടുക്കുന്ന ഒരു അനുഭവ കഥ ഒരാൾ പറയുകയുണ്ടായി. ഇത്തരം എല്ലാ കൊള്ളരുതായ്മകളും ഇവിടെ നടന്നിട്ടും ജനങ്ങൾ പാവപ്പെട്ടവനെ രക്ഷിക്കാൻ പാവപ്പെട്ടവൻ പോലും തുനിഞ്ഞിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഒരു ദയനീയമായ വസ്തുത. നമ്മുടെ സിസ്റ്റം അടിമുടി മാറണം എന്ന അഭിപ്രായമുള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു ചെറു വിരലനക്കാൻ നിങ്ങൾ ആരും തയ്യാറല്ല. ഇതാണ് പ്രശ്നം. ചിലർക്ക് ജാതിയും മതവും പറഞ്ഞ് വൈകുന്നേരം വരെ അത് വിറ്റ് കാശുണ്ടാക്കിയാൽ മതി. യൂട്യൂബിൽ ഘോരഘോരം പ്രസംഗിച്ചിട്ട് അത് ഉപയോഗിച്ച് കാശുണ്ടാക്കാം. അവിടെ തന്നെ പരസ്യങ്ങളൊക്കെ മുഖേന കിട്ടുന്ന വരുമാനങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. എല്ലാവരും പാവപ്പെട്ടവൻ്റെ പേരിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം, ഒരു പുതിയ സിസ്റ്റം, ഒരു ശരിയായ ജനാധിപത്യ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ മുഖ്യമന്ത്രി ആയാലെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരെ ഞാൻ ചെയ്തു. 15 വർഷമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. അവസാനം ഒരു ഗതിയുമില്ലാതെ നിങ്ങളുടെ ആദർശങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കാം എന്ന് നമുക്കൊരു സംഘടന ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാക്കി. അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും, രജിസ്ട്രേഷനിലും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല പങ്ക് വഹിച്ചു. പക്ഷേ ആ ഒരു സംഘടന രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ ആദർശം അവർ മാറ്റിവെച്ചു. അവിടെ തുടർന്നു പോകാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയുണ്ടായി. അവസാനം എൻ്റെ നേരെ ഭീഷണി വരെ ഉണ്ടായപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഒരാൾക്കും രക്ഷിക്കാൻ പറ്റാത്ത പാകത്തിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. രക്ഷിക്കണമെന്ന് പറഞ്ഞു വരുന്നവനൊക്കെ ഓരോരോ സ്വാർത്ഥ താല്പര്യമായിട്ടാണ് വരുന്നത്. ഞാൻ എൻ്റെ ഈ ആശയങ്ങൾ സംഘടനയിൽ പറയാൻ പറ്റാതെ വന്നപ്പോൾ അവയിലെ വ്യക്തികൾക്ക് അയച്ചു കൊടുത്തു. കാരണം അവയിലൊക്കെ വന്നിട്ടുള്ളത് ആദർശശുദ്ധിയുള്ള ആളുകളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലായിരുന്നു ഞാൻ അത് അയച്ചു കൊടുത്തത്. അപ്പോൾ സംഘടനയിലെ അംഗങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇത്തരം മെസ്സേജുകൾ, ഞാൻ മെസ്സേജ് അയച്ചത് സുഖമാണോ, ചായ കുടിച്ചോ, ഉറങ്ങിയോ എന്നൊന്നുമല്ല, രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ആശയമുള്ളവരാണ് അവരെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവർക്ക്. പക്ഷെ അവരെനിക്കെതിരെ പരാതി പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. നമുക്കൊന്നും പുതിയത് സ്വീകരിക്കാൻ പറ്റില്ല. പഴയ രീതിയിൽ തന്നെ പോയാൽ മതി. നേതാക്കളുടെ അടിമകളായി ജീവിച്ചാൽ മതി. അത്രയും കാലം ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ ദുരിതവും, അത് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളായാലും കുട്ടികളിൽ നിന്നുള്ള പ്രശ്നമായാലും ലഹരിയുടെ പ്രശ്നങ്ങളായാലും, ഇതെല്ലാം സമഗ്രമായി നമുക്ക് ജനാധിപത്യത്തിലൂടെ തന്നെ പരിഹരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം. ഇത് അവനവൻ്റെ വീട്ടിൽ ദുരന്തം സംഭവിച്ചാൽ അപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നല്ല നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അവരെ മാത്രമേ ഞങ്ങൾ തിരഞ്ഞെടുക്കൂ എന്ന് ജനത തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഇവിടെയുള്ളൂ.
അല്ലെങ്കിൽ അത്തരക്കാരെ മാത്രമേ ജനങ്ങൾ തിരഞ്ഞെടുക്കൂ എന്നൊരു നിലവാരം ജനതയ്ക്ക് വന്നു കഴിഞ്ഞാൽ നേതാക്കളൊക്കെ താനേ നന്നായിക്കോളും. പിന്നെ ആരും വെട്ടിത്തിന്നാൻ മെനക്കെടില്ല. ഇവിടെ സമരം ചെയ്യുന്നതിന് പകരം നമുക്ക് നിയമപരമായ മാർഗങ്ങൾ, ഇവിടെ ഞാൻ ജീവിക്കുന്ന ഈ പുല്ലാളൂരിൽ കഴിഞ്ഞ ഏകദേശം 30 ദിവസമായിട്ടില്ല ഒരു റോഡ് റിപ്പയർ ചെയ്തു. ഇന്ന് അത് മുഴുവൻ കുണ്ടും കുഴിയായി കിടക്കുകയാണ്. ആർക്കും ഒരു ആക്ഷേപവും ഇല്ല. അതിനൊരു കേസ് കൊടുത്താലെങ്കിലും കാര്യങ്ങൾ കുറെ നടപടിയാകും. PWD അത് നോക്കിയ വർക്ക് ചെയ്ത ആള്, അതിനെ സർട്ടിഫിക്കറ്റ് കൊടുത്ത എഞ്ചിനീയർമാർ, അതിൻ്റെ മേൽനോട്ടം വഹിച്ച മെമ്പർമാർ, ഇങ്ങനെ ഒരുപാട് അവിശുദ്ധ കൂട്ടുകെട്ടുകളെ പൊളിച്ചെഴുതാൻ ജനങ്ങൾ നിയമപരമായ മാർഗം മാത്രം തേടിയാലും മതി. പക്ഷെ ജനങ്ങൾക്കത് അറിയില്ല. ഇതിനൊക്കെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത്. എല്ലാം നമ്മുടെ പണമാണെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാത്തൊരു ജനത ഇവിടെ ഉണ്ടായതാണ്. നിങ്ങളും ഞാനും നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കേണ്ട പണമാണ് നാടിന് നികുതിയായി കൊടുത്തിട്ട് അവർ കുറച്ച് പേരത് ഒരു 3, 4, 5% ആളുകൾ വെട്ടിത്തിരുന്നത്. അതായത് നമ്മുടെ ജീവിതം വെച്ചാണ് ഇവർ കളിക്കുന്നത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളും നമുക്ക് ചില കടമകളും ഇത് മാത്രം ശരിയായി പാലിച്ചാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ഈ അവസ്ഥയിലും കേരളം വെറും 5 വർഷത്തിനകം എല്ലാവർക്കും ഭക്ഷണം, നല്ല ഭക്ഷണം, ഇന്ന് കഴിക്കുന്ന മലം പോലത്തെ ഭക്ഷണം അല്ല പറയുന്നത്, നല്ല ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, സുരക്ഷ, ഇത്രയും 5 വർഷത്തിനകം കേരളത്തിലെ എല്ലാവർക്കും നൽകാനുള്ള പദ്ധതികൾ ശരിയാക്കിയിട്ട് ഞാനിത് എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ, കാരണം ഒരുപാട് നേതാക്കളെ കണ്ടു പറഞ്ഞു, ആരും മൈൻഡ് ചെയ്തില്ല. എല്ലാവരും നല്ല പദ്ധതികളാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നും നടപ്പാക്കാനുള്ള സംവിധാനം അവരെ പാർട്ടിയിലില്ല. പാർട്ടി നേതാവ് സമ്മതിക്കില്ല. ഇവിടുത്തെ ഭരണ സമുദായത്തിൽ അത് അനുയോജ്യമല്ല. ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അതിനെ എതിർത്ത് നിൽക്കും. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഒരുപാട് നല്ല രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരാണെന്നാണ് രാഷ്ട്രീയ നേതാക്കളും പറയുന്നത്. അപ്പോൾ ഉയർന്നു വരുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് നാട് നന്നാക്കിയേ അടങ്ങൂ എന്നുള്ള വാശിയുള്ളൊരു നേതാവ് വന്നാൽ മാത്രമേ നമ്മുടെ കേരളം ഇനി രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് ആ ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വിലാപം കേട്ട് ക്ഷോഭം വന്നിട്ട്, സങ്കടം വന്നിട്ട്, നിരാശ വന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ആരും ഇത് ഷെയർ ചെയ്യുക പോലും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ ഇത് സംസാരിക്കുമ്പോൾ ഇവിടെ ആർക്കും അതിൽ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പോൾ പാലസ്തീനെ പറ്റി പറഞ്ഞാൽ മതി, ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ അത് ചർച്ച ചെയ്യും. ഇവിടെ പരിഹാരങ്ങൾ ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല. പ്രശ്നങ്ങൾ പറഞ്ഞ് പോരടിക്കുന്നത് മാത്രമാണ് അവരുടെ ശീലം. അങ്ങനെ പോരടിപ്പിച്ച് ഓഡിയൻസിനെ കൂട്ടുകയും അതുവഴി ഒരുപാട് കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതയ്ക്കുകയും ചെയ്യുന്ന ആ ജോലി ഭംഗിയായി നടക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറി രാജ്യത്തിന് വേണ്ടി ചിന്തിച്ചാൽ ഇവിടെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവനായിക്കോട്ടെ, പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ സുഖമായി ജീവിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കാൻ പറ്റും. പാവപ്പെട്ടവനായി തന്നെ നിന്നോട്ടെ, പക്ഷെ അവൻ്റെ ഒരത്യാവശ്യത്തിന് മുട്ട് വരാത്ത വിധത്തിലുള്ള സമ്പത്ത് ഇവിടെ ഉണ്ട്, സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്, അറിവുള്ളവരുണ്ട്. നിങ്ങളൊന്ന് മനസ്സ് വയ്ക്കുക മാത്രമേ വേണ്ടൂ. നിങ്ങളെന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ. നമസ്തേ.